താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? 5 ക്യൂബ്, 5⁴, 5⁵, 5�7. സോ ബേസിക്കലി പൂർണ്ണവർഗം എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് നമ്പർ ലഭിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 5 ക്യൂബിന്റെ റൂട്ട് എടുത്താൽ അതായത് എന്താണ് 5 × 5 × 5 റൂട്ട് എടുത്താൽ ഈ ഒരു പേരിൽ നിന്ന് ഒരു 5നെ നമുക്ക് വെളിയിലോട്ട് എടുക്കാം. ബാക്കി എന്തുണ്ടാവും? 5√5 ഉണ്ടാവും. ബട്ട് 5⁵ എടുത്താലും അതേ കേസ് തന്നെ വരും. 5 × 5 × 5 × 5 × 5 നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പേരിൽ നിന്ന് ഒരു 5 വെളിയിൽ എടുക്കാം, ഈ പേരിൽ നിന്ന് ഒരു 5 വെളിയിൽ എടുക്കാം. ഇപ്പൊ 5 വെളിയിൽ വന്നു, അതായത് 25√5 എന്ന് കിട്ടും. പക്ഷെ 5⁴ ആണ് എന്ത് സംഭവിക്കും? 5 × 5 × 5 × 5 അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഈ പേരിൽ നിന്ന് ഒരു 5 വെളിയിൽ എടുക്കാം, ഈ പേരിൽ നിന്ന് ഒരു 5 വെളിയിൽ എടുക്കാം. സോ മൊത്തം എന്ത് കിട്ടും? 25 വെളിയിൽ കിട്ടും. സോ അതായത് പൂർണ്ണവർഗം കാണാൻ ചോദിക്കുമ്പോൾ പവറുകൾ തന്നിട്ടുണ്ടെങ്കിൽ പവറുകൾ ഈവൻ നമ്പർ ആയിട്ട് വരുന്നത്, ഇരട്ട സംഖ്യയായിട്ട് വരുന്നതായിരിക്കും പൂർണ്ണവർഗമായിട്ട് തരിക. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാലും ഒറ്റ സംഖ്യയാണ്, മൂന്നാമത്തേത് ഒറ്റ സംഖ്യയാണ്, നാലാമത്തേത് ഒറ്റ സംഖ്യയാണ്. ഈവൻ നമ്പർ വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ നമ്പർ ബിയിൽ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.